നമസ്കാരം. മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നിയമസഭയ്ക്കുള്ളിൽ കോടികളുടെ അഴിമതി നടത്താൻ എങ്ങനെയാണ് വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്പീക്കറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിയമസഭാ സെക്രട്ടേറിയറ്റ് നടത്തിയ അതീവ രഹസ്യമായ പ്രാഥമിക പരിശോധനയിലാണ് മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിളിക്കപ്പെടുന്ന നിയമസഭയ്ക്കുള്ളിൽ പോലും കോടികളുടെ ജനവിരുദ്ധ കൊള്ളയ്ക്കാണ് ഇടതുപക്ഷ ഭരണാധികാരികൾ കൂട്ടുനിന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം അതീവ ദുരൂഹമായ സാഹചര്യത്തിൽ അർദ്ധരാത്രിയിലാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പേരിൽ ഒരു വലിയ ലോറി നിയമസഭയിലേക്ക് വരുന്നത്. 13 വലിയ പെട്ടികളിലായി ഡിജിറ്റൽ ഉപകരണങ്ങളാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത്. അർദ്ധരാത്രിയിൽ തന്നെ നിയമസഭയിലെ സ്റ്റോർ ഉദ്യോഗസ്ഥനെ നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തി ഈ പെട്ടികൾ കൈപ്പറ്റാൻ വലിയ സമ്മർദ്ദമുണ്ടായി. ഈ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാണോ എന്ന് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്താതെ തനിക്കിത് കൈപ്പറ്റാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചെങ്കിലും അന്ന് നിയമസഭ നിയന്ത്രിച്ചിരുന്ന ഉന്നത അധികാരികളിൽ നിന്നും ഭീഷണിയും സമ്മർദ്ദവുമാണ് ഉണ്ടായത്. ഈ ഉപകരണങ്ങൾ ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ലെന്നും വെറുതെ സ്റ്റോറിലേക്ക് മാറ്റിയാൽ മാത്രം മതിയെന്നും ഉന്നതരിൽ നിന്നും കർശന നിർദ്ദേശം വന്നതോടെ ആ ഉദ്യോഗസ്ഥന് അതിന് വഴങ്ങേണ്ടി വന്നു. എന്നാൽ ഇതിലും ഭീകരമായ തട്ടിപ്പ് നടന്നത് തൊട്ടടുത്ത ദിവസമാണ്. ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൈപ്പറ്റിയ വക്കീൽ അവ വർക്കിംഗ് ആണോ എന്ന് പോലും നോക്കാതെ തൊട്ടടുത്ത ദിവസം തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കോടികളുടെ വ്യാജ ബിൽ നിയമസഭാ അധികൃതർ എഴുതി നൽകുകയും ചെയ്തു. അത് ഉടനടി പാസാക്കി പണം കൈമാറുകയും ചെയ്തുവെന്നാണ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഔദ്യോഗികമായി മൊഴി നൽകിയിരിക്കുന്നത്. ഇതിനും പുറമെ നിയമസഭയ്ക്കുള്ളിൽ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് വരുന്ന ഫയലുകൾക്കെല്ലാം യാതൊരുവിധ പരിശോധനകളും ഇല്ലാതെ അതീവ വേഗത്തിലാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ അനുമതി നൽകിയിരുന്നതെന്നും മറ്റു ചില ജീവനക്കാരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരന്റെ ഫയലുകൾ മാസങ്ങളോളം വെച്ച് താമസിപ്പിക്കുന്നവർ ഊരാളുങ്കലിന്റെ പേര് കേട്ടാൽ അപ്പോൾ തന്നെ ഒപ്പിട്ട് നൽകുന്ന അവസ്ഥയായിരുന്നു. ഈ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള കരാറുകാർ നിയമസഭയിൽ നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളുടെയും നിലവിലെ സ്ഥിതിയും അവയ്ക്ക് എത്ര കോടി പൊതുപണം ചെലവായി എന്ന വിവരങ്ങളും അടിയന്തരമായി അറിയിക്കാൻ എല്ലാ വകുപ്പുകൾക്കും നിയമസഭാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഊരാളുങ്കലിന്റെ അഴിമതി കഥകൾ. ഈ പദ്ധതിയുടെ നിയമപ്രകാരം സോഫ്റ്റ്വെയർ 75% വികസിപ്പിച്ച ശേഷമേ കമ്പ്യൂട്ടർ അടക്കമുള്ള കോടികളുടെ ഹാർഡ്വെയർ ഉപകരണങ്ങൾ വാങ്ങാൻ പാടുള്ളൂവെന്ന കർശനമായ ചട്ടമുണ്ടായിരുന്നു. എന്നാൽ ഊരാളുങ്കലിന് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഈ ചട്ടം പൂർണ്ണമായും ലംഘിച്ചു. സോഫ്റ്റ്വെയർ വികസനം ആരംഭിച്ച അതേ സമയത്ത് തന്നെ കോടികൾ മുക്കി ഹാർഡ്വെയറുകൾ വാങ്ങി കൂട്ടുകയായിരുന്നു. ഇതിന്റെ ഭവിഷ്യത്ത് സോഫ്റ്റ്വെയർ വികസനം പാതി വഴിയിൽ എത്തിയപ്പോഴേക്കും വാങ്ങിക്കൂട്ടിയ കോടിക്കണക്കിന് രൂപയുടെ കമ്പ്യൂട്ടറുകളുടെയും മറ്റ് ഹാർഡ്വെയറുകളുടെയും ഔദ്യോഗിക വാറന്റി കാലാവധി അവസാനിച്ചു പോയി. അതോടെ ഈ ഉപകരണങ്ങൾ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കുന്നതിന് മുൻപ് തന്നെ അവയുടെ കനത്ത അറ്റകുറ്റപ്പണികളുടെയും കേടുപാടുകളുടെയും മുഴുവൻ സാമ്പത്തിക ബാധ്യതയും നിയമസഭയുടെയും കേരളത്തിലെ പാവപ്പെട്ട നികുതിദായകരുടെയും തലയിലായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം ഇതിന്റെ ഭാഗമായി കേടായ 40ഓളം UPS ബാറ്ററികൾ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി മാത്രം നിയമസഭാ സെക്രട്ടേറിയറ്റിന് 19 ലക്ഷം രൂപയാണ് പൊതുപണത്തിൽ നിന്നും ചെലവഴിക്കേണ്ടതായി വന്നത്. ചുരുക്കത്തിൽ വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇടതുപക്ഷ ഭരണാധികാരികൾ ഊരാളുങ്കൽ സൊസൈറ്റിയെ മുൻനിർത്തി നിയമസഭയ്ക്കുള്ളിൽ പോലും എത്രത്തോളം വലിയ പകൽ കൊള്ളയാണ് നടത്തിയതെന്നാണ് ഈ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും ചട്ടങ്ങൾ ലംഘിച്ചും കോടികൾ തട്ടിയ ഈ മാഫിയ കളികൾ ഓരോന്നായി പുതിയ സർക്കാർ പുറത്തു കൊണ്ടുവരികയാണ്. ഭരണഘടനയും നിയമങ്ങളും പാലിച്ച് പൊതുപ്പണം കൊള്ളയടിച്ച അഴിമതിക്കാർ എത്ര ഉന്നതരായാലും അവർക്കെതിരെ കർശന നടപടിയെടുക്കുന്ന നിലപാടാണ് ഇനി സ്വീകരിക്കേണ്ടത്.